അപ്പൊ നമസ്കാരം. അപ്പൊ നമ്മൾ TG മോഹൻദാസ് നാറി അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അയാളെ പ്രായത്തിന് നമ്മൾ ബഹുമാനിക്കേണ്ട കേസില്ല. ആ നാറി പറഞ്ഞ ഒരു കാര്യം ഒന്ന് കേട്ടു. ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് ഇത് പറയുക. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ പെൺകുട്ടികളാണ്. 18 വയസ്സ് 15 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുകയില്ല. അകത്ത് ടീഷർട്ട് പോലെ എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചുകൊണ്ട് ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ല. എന്നിട്ട് ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്. നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ച് മുഖവും കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. ബാക്കി മുഴുവൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കോ, നെഞ്ച് കാണുന്നു. ഇവർ തന്നെ പരിസ്ഥിതിവാദികളായിട്ടിറങ്ങും. എന്നിട്ട് മരത്തെ കെട്ടിപ്പിടിക്കും. അപ്പോഴും ക്യാമറ ഇങ്ങനെ. ഇവർ തന്നെ മൃഗസ്നേഹികളായിട്ടിറങ്ങും. പട്ടിയെ തലോടും. അപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് ക്യാമറ ഇവിടുന്ന്. വാട്ട് എ നോൺസെൻസ്. ഇതൊക്കെ വിദ്യാർത്ഥികൾ അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കയറിയാകത്തെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി വിടണം. RSS എന്തോ ഒരു മറ്റേ സൈദ്ധാന്തികനോ എന്തോ ഒരു മാങ്ങാത്തൊല്ലാണോ അല്ലേ എന്തോ ആട്ടെ, നമുക്ക് ഓർമ്മ. ഇനി അങ്ങനെ പദവി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല അങ്ങനത്തെ എന്തോ ഒരു മാങ്ങാത്തൊല്ലി ഉണ്ടോ എന്നറിയില്ല. എന്നാൽ ഇയാളെ നാറി തന്നെ വിളിക്കണം. പടിക്കളവൻ. ഈ കളവൻ നാറി എന്നൊക്കെ വിളിക്കുന്നതിന് എന്തെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഉണ്ടോ എന്ന് മുന്നേ നമുക്ക് ഓർമ്മല്ല. തൊള്ളെ തോന്നിയെ വിളിക്കണം. കാരണം ഈ ചെറ്റ പറയുന്നുണ്ട് അവിടെ ആരെ പറ്റി ഇത് പറയുന്നത്? ജന്തർ മന്ദറിൽ സമരത്തിന് വന്ന വിദ്യാർത്ഥികളെ പറ്റി, വിദ്യാർത്ഥികൾ അനുകൂലിക്കാൻ വന്ന ആളുകളെ പറ്റിയാ പറയുന്നത്. അവിടെ വന്ന കുട്ടികൾ ഇട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ സമരത്തിന് വന്ന ഉദ്ദേശം വസ്ത്രം, ഇതൊക്കെ കണ്ടിട്ട് ഈ കളവനായ ഇയാൾക്ക് ഇതിങ്ങനെ പൊന്തുന്നുണ്ടെങ്കിൽ ഇയാളെ ഈ സ്പോർട്സ് ചാനലൊന്നും ഇയാൾ കാണില്ല. സ്പോർട്സ് ഒന്നും ഇയാൾ കാണലല്ലോ. കാണലുണ്ടോ അറിയില്ല. സ്കൂളുകളിൽ നടക്കുന്ന സ്പോർട്സ് നടക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെ ദേശീയ ഗെയിംസ്, ഒളിമ്പിക്സ് അങ്ങനെ നടക്കുന്ന ഈ വനിതകൾ നടക്കുന്ന മത്സര സ്ഥലത്തേക്കൊന്നും ഈ നാറിനെ കൊണ്ടുപോകാൻ പറ്റും? ഇയാൾ ഏത് കണ്ണോട് കൂടി ആൾക്കാരെ ആ സ്പോർട്സ് താരത്തെ കാണുക? വല്ലാത്തൊരു നാറി. ഇയാളെ ഒരു പ്രസവാടന പരിസരത്തേക്ക് ഇയാളെ എത്തിക്കാനോ? ഒന്നാലോചിച്ച്. പ്രസവാടന അടുത്തേക്ക് ഉദ്ദേശിച്ചറിയോ? അവിടെ നമുക്കറിയാലോ, പ്രസവാടന അടുത്തേക്ക് പോയാലല്ലേ പ്രസവിച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് അമ്മമാര് പാല് കൊടുക്കുന്നതൊക്കെ കണ്ട ഇയാൾക്ക് ചിലപ്പോ വല്ലാത്തൊരു നാറിയാട്ടോ ഇയാള്. ഇയാളെന്താ സംസാരിക്കുന്നത്? ഇയാൾ ഭൂലോകം നാറിത്തരേ പറയൂ. സമരത്തിന് വന്ന ആളുകളെ, കുട്ടികളെ, അല്ലെങ്കിൽ അവിടെ വന്ന ആളുകളെ എനിക്ക് ഇതിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ AK-47 വെട്ടിവെക്കുന്നു പറഞ്ഞ നാറിയാണ് ഇയാൾ. അതെന്തോ ആട്ടെ, അത് അയാളെ പേഴ്സണലി. ഇത് പറയുന്ന ഒരു സമരത്തിന് വന്ന വിദ്യാർത്ഥികളെ വസ്ത്രധാരണത്തെ അല്ലെങ്കിൽ കുറ്റം പറയുന്ന ഈ മനുഷ്യന് എന്ത് നാറിയാന്ന് ആലോചിച്ചു അല്ലേ? നമ്മൾ ഏത് ഭാഷയിലാണ് ഇയാളെ അഭിസംബോധന ചെയ്യേണ്ടി? പടിക്കളവൻ തന്നെ അയാൾ. ഈ പടിക്കളവനായ അയാൾക്ക് ഞരമ്പ് രോഗമാണ്. ഞരമ്പ് രോഗം. ഇത് മാത്രമല്ല, ഇയാൾ ഒട്ടനവധി പ്രസ്ഥാനങ്ങളുണ്ട്. നാറിത്തരം ചേറ്റത്തരമാകുന്ന കുറെ വസ്തുണ്ട്. നമ്മൾ പറയുന്ന ഭാഷയൊക്കെ ഉണ്ടല്ലോ, എന്തോ പൊളിറ്റിക്കൽ കറക്റ്റ് പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് ഓർമ്മല്ലോ. പക്ഷെ നമ്മൾ നാടൻ ഭാഷയിൽ ഇതൊക്കെ തന്നെ യക്ഷകാരൻ വിളിക്കാൻ പറ്റും. അതിൽ കൂടുതൽ വിളിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലൊന്നും ഇങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. ഒരു സമരം ചെയ്ത് വിദ്യാർത്ഥികൾ ധരിച്ച ഡ്രസ്സിനെ പറ്റിയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇയാളൊക്കെ എങ്ങനെയാ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്? ഇയാൾക്ക് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് വികാരം വരുന്നുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഇയാളൊക്കെ വീട്ടിലെ കുട്ടികൾ ഇതൊക്കെ നല്ല പറത്തട്ട് നടക്കുന്നല്ല. ഈ പർദ്ദനെ ഇയാൾ കുറ്റം പറയണ്ട. അങ്ങനെയാണ് പർദ്ദട്ട് നന്നാൻ പറയും. ഇയാളാണ് പർദ്ദക്ക് വിരുദ്ധന. പർദ്ദട്ട് നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാൻ തോന്നിയ. അപ്പൊ ഈ പർദ്ദ ഏറ്റവും നല്ല അതാ. എന്താ ഇയാൾ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്?